ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളത്തില് ഞാൻ എഴുതാറുണ്ട്, അവൻ എഴുതാറുണ്ട് എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ടെൻസിന്റെ പേര് പഠിക്കണമെന്നില്ല, പക്ഷെ ഉണ്ടാക്കുന്ന രീതി അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ പ്രസന്റ് ഫോം ആണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. പ്രസന്റ് ഫോമിന് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. സിംഗുലറും പ്ലൂറലും ഉണ്ട്. ഇംഗ്ലീഷിൽ റൂൾ നമ്മൾ കണ്ട്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗുലർ ആണ്. പ്ലൂറൽ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. അവൻ എഴുതാറുണ്ട്, ഹി റൈറ്റ് എന്നല്ല, ഹി റൈറ്റ്സ്നെ പറയുള്ളൂ നമ്മൾ കണ്ടു. പിന്നെ അതിന്റെ ചോദ്യം, അവൻ എഴുതാറുണ്ടോ, ഡസ് ഹി റൈറ്റ്, അവൻ എഴുതാറുണ്ടോ. ഇന്ന് നമ്മൾ കണ്ടു. മൂന്നാമത്തേത്, അവൻ എഴുതാറില്ല, ഹി ഡസൻ റൈറ്റ്. പിന്നെ ഇന്ന് ഇതിന്റെ ചോദ്യം, അവൻ എഴുതാറില്ലേ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ കാണുകയുണ്ടായി. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിട്ടാണ്. ഡസിന്റെ ഇവിടെ കറക്ഷൻ ഉണ്ട്. ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിട്ടാണ്. അപ്പൊ ഈ ഡസിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാ മതി. ഡസിന്റെ റൈറ്റ് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുമ്പോൾ ഇടണം. അപ്പോ ക്വസ്റ്റ്യൻ ആയി. എന്താണ്, അവൻ എഴുതാറില്ലേ. നമ്മൾ നേരത്തെ കണ്ടു, റൈറ്റ്സ് എന്നുള്ളത് അവര് രണ്ടായിട്ട് മുറിക്കും, ഡസും റൈറ്റും ആയിട്ട് മുറിക്കും. എന്നിട്ട് അതിന്റെ നടുക്ക് കൊണ്ടുപോയി നോട്ട് വെച്ചാല് നെഗറ്റീവ് ആകും. ആ നെഗറ്റീവ് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഡസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, ഡസിന്റ്. അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പൊ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് പഠിക്കുന്നത്. ഡസിന്റ് റൈറ്റ്, അവൻ എഴുതാറില്ലേ. Doesn't he pray, അവൻ പ്രാർത്ഥിക്കാറില്ലേ. Doesn't he play, അവൻ കളിക്കാറില്ലേ. Doesn't he teach, അവൻ പഠിപ്പിക്കാറില്ലേ. Doesn't he sing, അവൻ പാടാറില്ലേ. ഇതാണ് വാചകം. ഇതിന്റെ കൂടെ നമുക്ക് കുറെ വാക്കുകൾ കൂട്ടിച്ചേർക്കാം, അർത്ഥമുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്താല് വലിയ വാചകം. ഉദാഹരണമായിട്ട് doesn't he go, അവൻ പോകാറില്ലേ എന്തിന്, to visit his parents, അവനവന്റെ പാരന്റ്സിനെ വിസിറ്റ് ചെയ്യാൻ, സന്ദർശിക്കുവാൻ പോകാറില്ലേ. Doesn't he go to visit his parents, doesn't he go to visit his parents. അങ്ങനെ വാചകം വലുതാക്കാൻ പറ്റും. Doesn't she write, അവൾ എഴുതാറില്ലേ. Doesn't she pray, അവൾ പ്രാർത്ഥിക്കാറില്ലേ. Doesn't she play, അവൾ കളിക്കാറില്ലേ. Doesn't she teach, അവൾ പഠിപ്പിക്കാറില്ലേ. Doesn't she sing, അവൾ പാടാറില്ലേ. Doesn't my friend write, doesn't my friend write. പക്ഷെ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറില്ല. പകരം ഇത് പുരുഷനാണെങ്കിൽ ഹി വയ്ക്കും, സ്ത്രീ ആണെങ്കിൽ ഷീ വയ്ക്കും. അതാണ് കുറെ കൂടി എളുപ്പം. കാരണം മൈ ഫ്രണ്ടിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടാണ് അവധിക്കുമ്പോൾ. അപ്പൊ പിന്നെ വീണ്ടും മൈ ഫ്രണ്ട് എന്ന് പറയില്ല, ഡസിന്റ് ഹി എന്നോ, പെണ്ണാണെങ്കിൽ ഡസിൻ ഷീ എന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പൊ ഡസിൻ മൈ ഫ്രണ്ട് പ്രേ, എന്റെ കൂട്ടുകാരൻ പ്രാർത്ഥിക്കാറില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ. ഡസിൻ മൈ ഫ്രണ്ട് പ്ലേ, എന്റെ കൂട്ടുകാരൻ. ഡസിൻ മൈ ഫ്രണ്ട് പ്ലേ, എന്റെ കൂട്ടുകാരൻ കളിക്കാറില്ലേ. ഡസിൻ മൈ ഫ്രണ്ട് ടീച്ച്, എന്റെ കൂട്ടുകാരൻ പഠിപ്പിക്കാറില്ലേ. ഡസിൻ മൈ ഫ്രണ്ട് സിംഗ്, എന്റെ കൂട്ടുകാരൻ പാടാറില്ലേ. ഡസിൻ യുവർ സിസ്റ്റർ റൈറ്റ്, നിന്റെ സിസ്റ്റർ എഴുതാറില്ലേ. ഡസിൻ യുവർ സിസ്റ്റർ പ്രേ, ഡസിൻ യുവർ സിസ്റ്റർ പ്രേ, നിന്റെ സിസ്റ്റർ പ്രാർത്ഥിക്കാറില്ലേ. ഡസിൻ യുവർ സിസ്റ്റർ പ്ലേ, നിന്റെ സിസ്റ്റർ കളിക്കാറില്ലേ. Doesn't your sister teach, നിന്റെ സിസ്റ്റർ പഠിപ്പിക്കാറില്ലേ. Doesn't your sister sing, നിന്റെ സിസ്റ്റർ പാടാറില്ലേ. Doesn't their brother write, അവരുടെ ബ്രദർ എഴുതാറില്ലേ. അപ്പൊ നമ്മൾ ബ്രദർ ഇതിന് പകരം നമ്മൾ എപ്പോഴും ഹി വയ്ക്കുള്ളൂ കേട്ടോ. പക്ഷെ കാരണം ബ്രദറിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിലെളുപ്പം ഹി വയ്ക്കുന്ന, ബ്രദർ പുരുഷനല്ലേ, അപ്പൊ ഹി വയ്ക്കാം. ഇവിടെ അതുപോലെ സിസ്റ്ററിന് പകരം ഷീ വയ്ക്കാം, ഡസിൻ ഷീ. അങ്ങനെ സാധാരണ പറയുള്ളൂ. ഇങ്ങനെ നമുക്ക് പറയാം, ഡസിൻ their brother pray, അവരുടെ ബ്രദർ പ്രാർത്ഥിക്കാറില്ലേ. ഡസിൻ their brother play, അവരുടെ ബ്രദർ കളിക്കാറില്ലേ. ഡസിൻ their brother teach, അവരുടെ ബ്രദർ പഠിപ്പിക്കാറില്ലേ. ഡസിൻ their brother sing, അവരുടെ ബ്രദർ പാടാറില്ലേ. ഇതുപോലെ വലിയ വാചകങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി ശീലിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ 4 വാചകങ്ങൾ നമ്മളിവിടെ കണ്ടു. അവൻ എഴുതാറുണ്ട്, അതിന്റെ ചോദ്യം അവൻ എഴുതാറുണ്ടോ. പിന്നെ നെഗറ്റീവ്, അവൻ എഴുതാറില്ല. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഡസിന്റ് ഹി റൈറ്റ്, അവൻ എഴുതാറില്ലേ. അപ്പൊ അത് അറിഞ്ഞിരുന്നാല്
നമുക്ക് എന്തോരം വാക്കുകൾ ഇതുപോലെ പറയാൻ പറ്റും. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക, ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ഒരാൾ മലയാളം മറ്റേ ഇംഗ്ലീഷ് പറയണം. ഇങ്ങനെ 10 പ്രാവശ്യമെങ്കിലും ഓരോ വാചകവും പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ഒരു അരമണിക്കൂറിൽ 3 മണിക്കൂർ ചെയ്യുക. അപ്പൊ നമുക്ക് ഭാഷ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓൾറൈറ്റ്, ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്, അതും പഠിക്കാൻ നോക്ക് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 8ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം.
നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കേണ്ടത്. ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരുപോലെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം. അത് നമുക്ക് തുടങ്ങാം. സെൽ, സോൾഡ്, സോൾഡ്, ടെൽ, ടോൾഡ്, ടോൾഡ്, ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. വിഷ്, വിഷ്ഡ്, വിഷ്ഡ്, വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്, വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്, wonder, wondered, wondered, wash, washed, washed, tease, teased, teased, strengthen, strengthened, strengthened, supply, supplied, supplied, surprise, surprised, surprised, welcome, welcomed, welcomed, return, returned, returned, succeed, succeeded, succeeded, search, searched, searched, slapped, 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 shocked, 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 suggest, suggested, suggested, taste, tasted, tasted, trouble, 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 terrify, terrified, terrified, wink, winked, winked, wipe, wiped, wiped, trap, trapped, trapped, warned, wanted, wanted, warn, warned, warned, vanish, vanished, vanished, whisper, whispered, whispered. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വെർബുകളെല്ലാം. അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം. ചിലതിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ.